മലബാർ വികസനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ബജറ്റാണ് ഇടതുപക്ഷ സർക്കാർ അവതരിപ്പിച്ച ബജറ്റെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ. വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മലബാർ വികസനവും കേരള ബജറ്റും എന്ന ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. വികസനത്തിൽ സന്തുലിതത്വം കൊണ്ടുവരാൻ ബജറ്റിൽ സാധിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസം, വ്യവസായം, ഗതാഗതം, ആരോഗ്യം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശങ്ങളും ബജറ്റിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലബാറിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക പാക്കേജ് കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KSRTC സംസ്ഥാന ഉപദേശക സമിതി അംഗം സദറുദ്ദീൻ പുല്ലാളൂർ, സുബൈർ കൊളക്കാടൻ, മനാഫ് കാപ്പാട്, ലത്തീഫ് PH, താഹിർ മോക്കണ്ടി, ഹബീബ് CP, TK മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ സ്റ്റാറ്റസ് എല്ലാവർക്കും അറിയാം. അത് അക്നോളജ് ചെയ്യുന്നതാണ് നമ്മുടെ UDF-ന്റെ LDF-ന്റെയും പ്രകടന പത്രികകൾ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളതും ഈ പ്രശ്നത്തിനെ മറികടക്കേണ്ടതുണ്ട് എന്നുള്ളതും ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു സിസ്റ്റം ഉണ്ടാക്കുകയും മലബാറിലെ ജനപ്രതിനിധികൾ നിർബന്ധമായും എല്ലാവരും തിരുവനന്തപുരത്ത് ഇതേപോലെ ഇരിക്കണം, പക്കാട് പിടിച്ചിട്ടിരിക്കണം. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം KK അഷറഫ് മോഡറേറ്റർ ആയിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാലാഴി, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം EC ആയിഷ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സംഘടിപ്പിക്കുന്ന ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ ബഹുജന റാലിയും സാഹോദര്യ സമ്മേളനവും ഫെബ്രുവരി 14 നടക്കും. കോഴിക്കോട് ബീച്ച്